ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പെറ്റൂണിയയും മില്യൻ ബിൽസും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ മില്യൻ ബിൽസൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെറ്റൂണിയുടെ പേരെന്താണെന്ന്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റി ഇട്ടിരുന്നൊരു മില്യൻ ബിൽസാണ്. ഏതാ ഫ്ലവർ കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇങ്ങനെ മാറ്റി ഇട്ടിരുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബുഷായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. നല്ല ഗ്രീൻ ലീഫാണ് കേട്ടോ ഇതിൻ്റെത്. എനിക്ക് കൂടുതലും ഡബിൾ പെറ്റൽസിനേക്കാളും ഇഷ്ടം ഇതുപോലുള്ള സിംഗിൾ പെറ്റൽസിനോടാണ് കേട്ടോ. നമ്മുടെ യെല്ലോ ലാവൻഡർ, പക്ഷേ അത് രണ്ടും എൻ്റെ നിന്ന് മിസ്സായി കേട്ടോ. യെല്ലോയും ലാവൻഡറൊക്കെ മിസ്സായി പോയി. എന്തായാലും ഈ ഒരു പ്ലാന്റ് വിരിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി കേട്ടോ. ഒരു സ്റ്റാർ ടൈപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് ഡാർക്കർ ഷെയ്ഡിൽ, പക്ഷേ അതും എൻ്റെ നിന്ന് മിസ്സായില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് താഴേക്ക് വീണപ്പോൾ പ്ലാന്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ സ്റ്റെമ്മൊക്കെ അങ്ങ് ശോഷിച്ചു പോയി. ഒരു ചെറിയ സ്റ്റെമ്മ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ നട്ടിട്ടുള്ള മില്യൻ ബിൽസാണ് കേട്ടോ. എന്നും മില്യൻ ബിൽസിലും പെറ്റൂണിയയിലും ഒക്കെ നമ്മൾ കൃത്യമായ ഒരു കെയർ കൊടുത്തുകൊണ്ട് പോകണം. ഇല്ലയെന്ന് വെച്ചാൽ പ്ലാന്റ് നമ്മുടെ നിന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വല്ലാണ്ട് നിന്ന കുറച്ച് മില്യൻ ബിൽസാണ് ഇപ്പോൾ ഫ്ലവർ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഈ കളറാണെന്ന്. വൈറ്റൊക്കെ എൻ്റെ നിന്ന് മിസ്സായി എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ കുറച്ച് കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇത് ഏതാ കളറെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഏതോ ഒരു കളർ, അതിനിപ്പോൾ ഫ്ലവർ ആയാലേ കറക്റ്റ് അറിയത്തുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർ എന്ന് പറയുന്ന സംഭവം എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ഞാൻ അതിനെ അതേ പോട്ടിൽ തന്നെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഇളകിപ്പോയായിരുന്നു. പിടിച്ച് കിട്ടോ ഇല്ലയെന്ന് പറഞ്ഞൊക്കെയാണ് നട്ട് വെച്ചത്. എന്തായാലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതൊന്നിട്ട് നമ്മുടെ ബ്ലാക്ക് പെറ്റൂണിയ ആണ് കേട്ടോ. ബ്ലാക്കിൽ ഞാനിങ്ങനെ തണ്ട് നുള്ളാനായിട്ട് വന്നപ്പോൾ ബഡ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്ലവർ കാണട്ടെ, കണ്ട ശേഷം നുള്ളാമെന്നും പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുകയാണ് നുള്ളാണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ മില്യൻ ബിൽസാണ്. നല്ല രീതിക്ക് തന്നെ പ്ലാന്റ് ഹെൽത്തിയായി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വേറൊരു ഓറഞ്ച് ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിന്നത് പെട്ടെന്ന് ഞാൻ കണ്ണടച്ച് തുറക്കുന്ന സമയത്തിന് എൻ്റെ നിന്ന് മിസ്സായി പോയി. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ മില്യൻ ബിൽസിന് പ്രൂണിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ. മില്യൻ ബിൽസിൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ പറയാമല്ലോ, എൻ്റെ മില്യൻ ബിൽസൊക്കെ അങ്ങ് ശോഷിച്ച് നിന്നതാണ്. ഇപ്പോഴാണ് ഒന്ന് കര കയറി വന്നത്. ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും DAP കൊടുക്കാറുണ്ട്. ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ വേറെ പ്ലാന്റിന് ഒഴിക്കാനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് വരുമ്പോൾ ഇതിലൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഞാനങ്ങനെ വേറെ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് വെയിലടിക്കാത്ത ഭാഗത്തിനുള്ളിലേക്കാണ് ഇത് കിടക്കുന്നത്. പക്ഷേ മില്യൻ ബിൽസ് എപ്പോഴും ഹാങ് ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം ഹാങ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഒത്തിരി പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഫ്ലവറൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ ഇതേപോലെ കുറേ ഏതൊക്കെയോ കളർ പെറ്റൂണിയൊക്കെ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുവിധം റൂട്ടായിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഏതൊക്കെയോ പ്ലാന്റ്സ്. ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെയും എനിക്കറിയില്ല ഇതിൽ ഏതൊക്കെയാണ് പ്ലാന്റ് എന്ന്. 1-2 പ്ലാന്റിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഉള്ള പ്ലാന്റ്സ് ഒന്നും എനിക്ക് ഒരു പിടിയും ഇല്ലാണ്ട് ഇരിക്കുന്നതാണ്. ഇതിനകത്ത് യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്, അങ്ങനെ ഏതൊക്കെയോ ചേർന്നിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളൊക്കെ റെഡിയായി ഇരിപ്പുണ്ട്. നമ്മുടെ മില്യൻ ബിൽസിൽ എപ്പോഴും പൂക്കളുണ്ടാകുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് ആ പ്ലാന്റ് തന്നെ ഒരു ഭംഗിയായിട്ടുള്ളത്. എൻ്റെ ലാവൻഡർ വൈറ്റിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് പ്ലാന്റിൽ ഒരു ഇൻസെക്റ്റ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ആ പ്ലാന്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 സബ് പ്ലാന്റിനെ ആക്കി വെച്ചിട്ടുണ്ട് ലാവൻഡർ വൈറ്റിൻ്റെ. പക്ഷേ എന്നാലും അതിൻ്റെ മദർ പ്ലാന്റ് എന്നെ ഇന്ന് വിട്ടുപോകുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം പൂക്കാലം തന്നൊരു പ്ലാന്റാണ് ആ ഒരു ലാവൻഡർ വൈറ്റിൻ്റെ മില്യൻ ബിൽസ്. പിന്നെ ഇതൊക്കെ അതുപോലെ തന്നെ കെയർ കൊടുത്ത് കൊണ്ടുവരുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ്. ഇത് വന്നിട്ട് പിങ്കും ഒരു വൈറ്റും ഒരു യെല്ലോയൊക്കെ കൂടെ ചേർന്നിട്ടൊരു ഷെയ്ഡാണ്. കുഴപ്പമില്ലാണ്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മണ്ടയിലൊരു പായൽ പിടിച്ചിരിക്കുന്നുണ്ട്. അതെനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ചുരണ്ടി വിട്ടിട്ടില്ല. ഇനിയിപ്പോൾ അത് ഒന്ന് ചെയ്യണം. എല്ലാ പ്ലാന്റ്സിലും ഇതുപോലൊരു കെയർ നമ്മൾ എന്നും കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് ഓക്കെ ആയി നിൽക്കുള്ളൂ. ഇതിൽ വന്നിട്ട് വെള്ളം കൊടുത്തു പോയപ്പോൾ ഞാൻ വീഴ്ത്താൻ മിസ്സായി പോയതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലോ, സർഫീനിയുടെ പ്ലാന്റ്. അത് കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ലീഫൊക്കെ യെല്ലോ കളറായപ്പോൾ എന്തായാലും അതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം.
അങ്ങനെ ആണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മുടെ വിങ്ക പ്ലാന്റും ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. നമ്മുടെ ഹാങ്ങിങ് വിങ്ക അങ്ങനെ തന്നെയാണ്, നമ്മുടെ അപ്രൈറ്റ് വിങ്കയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒത്തിരി കളേഴ്സ് നമ്മുടെ നിന്ന് മിസ്സായ കളേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നന്നായി വെയിൽ വന്നാൽ മാത്രമേ ഇനി കറക്റ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു നമ്മുടെ പ്ലാന്റ് സൈസിനെ പറ്റി. ഞാനൊക്കെ 120 രൂപ കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടിരുന്നെങ്കിൽ അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളൊക്കെ വളരെ ചെറിയ പ്ലാന്റുകളാണ് 100ഉം 120 ഒക്കെ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുറേ പേരെ കയ്യിലായപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് കുറഞ്ഞതാണ്, അല്ലാണ്ട് നമ്മൾ വില കൂട്ടി കൊടുക്കുന്നതല്ല.